എന്താ ഒരു കഷ്ടകാലം എന്ന് പറയുന്നത്. പാതിരാത്രിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ എൻ്റെ കൈയൊക്കെ തട്ടിയിട്ട് വീഡിയോ കട്ടാകുന്നുണ്ട്. പക്ഷേ കുറേ നേരം സംസാരിച്ചിട്ട് 5 മിനിറ്റൊക്കെ സംസാരിച്ചത് കൊണ്ട് അതിന് വീണ്ടും സംസാരിച്ചാൽ ശരിയാവുകയില്ല. കാരണം ഞാൻ അപ്പോഴപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. അതുകൊണ്ടത് കട്ടായി പോകത്തേ ഉള്ളൂ. എന്ത് ചെയ്യാനാണ്? ഓക്കെ, നമ്മളെന്തിനേയും തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്യുന്നില്ല. അത് 1-2 പാർട്ട് എന്നുള്ള രീതിയിൽ തന്നെ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പം നമുക്കൊന്ന് കുറച്ച് റിലാക്സ് ആവും എന്നുള്ളതാണ് ഒന്നാമത്തത്. അങ്ങനെ നമ്മളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും എത്ര വലുതായാലും അത് നമ്മൾ തന്നെ സോൾവ് ചെയ്യേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് ചിലപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. അഭിപ്രായങ്ങൾ മറ്റുള്ളവർ നമ്മളോട് പറയുമായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ തന്നെയാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണത്. അഭിപ്രായങ്ങൾ തേടിയാലും ഇല്ലെങ്കിലും അല്ലേ. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ മെൻ്റലി നല്ലപോലെ ഡൗൺ ആക്കും. അത് മാത്രമല്ല, നമുക്ക് തെളിഞ്ഞ ഒരു ബുദ്ധി ആ സമയത്ത് തോന്നണമെങ്കിൽ ഒരിക്കലും നമ്മൾ റൂമിൽ അടച്ചിരിക്കുക, വീടിനകത്തിരുന്ന് ചിന്തിക്കുക. നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങും, നല്ല ശുദ്ധവായു ശ്വസിക്കുക, ഒന്ന് പ്രകൃതിയിലേക്ക് കണ്ണോടിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്കതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെസ്സ് ശരിക്കും ഒന്ന് ചേഞ്ചാവും. അങ്ങനെ നമ്മൾ ചേഞ്ച് ആകുക എന്ന് പറയുന്നത് മറ്റൊന്നുകൂടിയാണ് അവിടെ നടക്കുന്നത്. കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും വളരെ പെട്ടെന്നുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുക. അതായത് നമുക്ക് അപ്പോഴെന്ത് വികാരമാണോ നമുക്ക് തോന്നുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മളുടെ തീരുമാനം തീർച്ചയായിട്ടും എടുക്കുക. ദേഷ്യം വന്നാൽ ആ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആലോചിക്കും, അത് ശരിയായില്ലായിരുന്നു, വേണ്ടിയിരുന്നില്ല എന്ന് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും. അപ്പോൾ നമുക്ക് കുറ്റബോധം തോന്നും. പിന്നെ ചിലപ്പം തിരുത്താൻ പറ്റാത്ത രീതിയിലായി പോകും. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ പുറത്തേക്കൊന്ന് ഇറങ്ങുക, പ്രകൃതിയിലൂടെ ഒന്ന് നടക്കുക. അങ്ങനെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തീരുമാനം എടുക്കുന്നതിന് നല്ല ഒരു മാറ്റം ഉണ്ടാകും. ഇപ്പം ഞാനീ സ്ത്രീകൾ 2 അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്ത ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇതൊക്കെ പല വീഡിയോസിലും ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ മനസ്സിൽ അപ്പോൾ തോന്നിയൊരു പ്രശ്നം, അതിൽ ഒരു അമ്മയും 2 കുട്ടികളും. അവർ മരിച്ചത് കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ്. ഭർത്താവിൻ്റെ വീട്ടിലെ ഓഹരിയോ അവിടുത്തെ താമസമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പ്രശ്നം മൂലമാണ് അവർ ആത്മഹത്യ ചെയ്തത് അല്ലേ. അത് എന്ത് കാര്യമാണ് അതിൽ ഉള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമാണോ, അത് ഏത് വിധത്തിൽ അവരെ ബാധിക്കുന്നു എന്നും നമുക്ക് പുറമേ നോക്കുന്നവർക്ക് മനസ്സിലാവില്ല. പക്ഷേ ആ പത്രത്തിൽ എഴുതിയിരിക്കുന്ന ന്യൂസ് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭർത്താവ് നാട്ടിലില്ല ആ സ്ത്രീയുടെ, അപ്പോൾ അയാൾ ഇന്ന് വരാനിരിക്കുകയായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ അപ്പം പരിഹരിക്കാം. വേറെ എന്താണ്, നമ്മൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ ഇതെന്ന് മാത്രം പറയാനായിട്ട് അവകാശം ഉള്ള 2 കുട്ടികൾ നമുക്കുണ്ട് ഇല്ലേ. അവരങ്ങനെ ചിന്തിക്കാൻ പറ്റും. 2 കുട്ടികളുണ്ട്. നമ്മൾ ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ തോറ്റു പോവുകയല്ലേ ചെയ്യുന്നത് അല്ലേ. നമുക്കെതിരെ ആര് നിൽക്കുന്നോ അവർ ജയിക്കുകയാണ്. അവർക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കുകയാണ്. ഇല്ലാതാകുന്നതോടുകൂടി നമുക്കിപ്പം അവർ 2 മരിക്കുന്നു അല്ലേ. കുട്ടികളെ സംബന്ധിച്ച് അച്ഛനും അമ്മയാണ്. അപ്പോൾ അച്ഛനൊരു വേദന കാണും, 2 കുട്ടികൾ തനിക്ക് നഷ്ടപ്പെട്ടു. അമ്മ അവരുടെ കൂടെ പോയല്ലോ, അപ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഫീലിങ്സിൻ്റെ കാര്യമില്ലല്ലോ. പിന്നെ ഈ സ്ത്രീയുടെ വീട്ടുകാർ, അച്ഛനും അമ്മ, അവർ കുറേ നാൾ കഴിയുമ്പോൾ അവരും ഇതൊക്കെ അങ്ങ് മറക്കും.
പ്രത്യേകിച്ച് ഒരു ആത്മഹത്യ ആകുമ്പോഴത്തേക്കും ആളുകൾക്കൊരു വെറുപ്പ് മാത്രമേ തോന്നുള്ളൂ. കാരണം 2 കുഞ്ഞുങ്ങളെയും കൂടി ഇല്ലാണ്ടാക്കി എന്നുള്ളത്. പക്ഷേ ആ അമ്മയുടെ ഭാഗത്ത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അമ്മ ചിന്തിച്ച എന്തായിരിക്കും എന്നറിയാം. എൻ്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ ഇട്ടിട്ട് പോയാൽ അവർ കഷ്ടപ്പെടും, ഞാൻ നോക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞുങ്ങളെ ആരും നോക്കില്ല എന്ന ചിന്ത ആ അമ്മയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ആ അമ്മ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയത് അല്ലേ. എൻ്റെ നാട്ടിലെ ഒരു കൊച്ചിങ്ങനെ ആത്മഹത്യ ചെയ്തു. അതിന് ഒരു കൊച്ചു കുഞ്ഞായിരുന്നുള്ളത്. അതിനെ കൊണ്ടുപോയില്ല, അത് മാത്രം മരിച്ചു. ആ കുഞ്ഞ് പിന്നീട് ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ച ഒരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും ജീവിതത്തിൽ. കാരണം ഒരുപക്ഷെ നാളെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ വേറൊരു വിവാഹം കഴിക്കാം. ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മുമ്മ എല്ലാ കാലവും അവളുടെ ഒപ്പം ഉണ്ടാകണമെന്നില്ല. അവരുടെ കാലം കഴിയുമ്പോൾ അവരും പോവില്ലേ അല്ലേ. ആരും സ്വന്തമൊന്നുമല്ല, ആരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും പറ്റില്ല. എങ്കിലും ഒരേ കടമകളുണ്ട് നമുക്ക് അല്ലേ. നമ്മളുടെ കുഞ്ഞാകുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് ഒരു കടമയുണ്ട്. അപ്പോൾ ആ സ്ത്രീ ചിലപ്പം ഞങ്ങളുടെ നാട്ടിൽ ഉള്ള സ്ത്രീ വിചാരിച്ച എന്തായിരിക്കും, എന്തിനാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ വെറുതെ ഞാൻ എടുക്കുന്നത് എന്നായിരിക്കാം. അവളെങ്ങനെങ്കിലും ജീവിച്ചുകൊള്ളും എന്ന ചിന്തയായിരിക്കും. പക്ഷേ ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങളെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അത് 2 പെൺകുട്ടികളാണ്, അവർക്കൊരു ദോഷവും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നിലൂടെ വന്ന കുഞ്ഞുങ്ങളെ ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള ചിന്തയാണ് ആ അമ്മയുടെ മനസ്സിലുണ്ടായത്. കുറേ പേര് അതിനെ കുറ്റപ്പെടുത്തുമായിരിക്കും, പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും ആർക്കും അമ്മമാരുടെ മനസ്സറിയാമെന്ന് എൻ്റെ മനസ്സ് വെച്ച് ഞാൻ പറഞ്ഞു. ഒരിക്കലും ഞാൻ ആ അമ്മയെ അങ്ങനെ കുറ്റപ്പെടുത്തില്ല. അതവർക്ക് 3 പേർക്കും മരിക്കാതിരിക്കാമായിരുന്നു. ഒരു 3 പേരും മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ അതവർ തിരഞ്ഞെടുത്തു. പക്ഷേ ആ അമ്മ 2 പേരെയും കൂടെ കൊണ്ടുപോയി. അതിൽ നമുക്ക് കൂടുതലായിട്ട് ആ അമ്മയുടെ മനസ്സെന്താണെന്ന് തെറ്റ് പറയാൻ പറ്റില്ല. ഒരിക്കലും തെറ്റ് ഞാൻ പറയില്ല, ഓരോരുത്തരുടെ മനസ്സ്. പക്ഷേ ആ അമ്മയുടെ മനസ്സെന്താണെന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നതുകൊണ്ട് മാത്രം ഞാൻ ആ അമ്മയുടെ മനസ്സിനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അവർ മരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അവരുടെ മക്കളെയും കൊണ്ടുപോയി എന്ന ഒരു സത്യം മാത്രമാണ്. പക്ഷെ അവർ ആരും മരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്ത് പ്രശ്നമാണേ, ഒരു പ്രശ്നമില്ല. വലിയൊരു അസുഖം വന്നിട്ട് അതിൻ്റെ വേദനയും പേറി മാസങ്ങളോളം ഹോസ്പിറ്റലിൽ അല്ലേ മരുന്നും ഒക്കെ ആയിട്ട് കഴിയുന്ന എത്രയോ പേരുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കുടുംബത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സ് വേദനിക്കുന്നു, അതുകൊണ്ട് നമ്മളത് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഒരസുഖം മാറാത്ത അസുഖം ഉണ്ടായാലുണ്ടാകുന്ന പ്രശ്നം എന്താ? അത് ശരീരത്തിനെയും മനസ്സിനെയും വേദനിപ്പിക്കുകയാണ്. പിന്നെ ചുറ്റുപാടും ഉള്ള ആളുകളുടെ നോട്ടവും അവരുടെ ഒരു സഹതാപവും ഇതെല്ലാം ആ രോഗിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് മരിക്കാൻ തോന്നുന്നില്ല? എത്രയോ പേര് അതിനെയൊക്കെ പൊരുതി ജീവിക്കുന്നവരുണ്ടെന്നറിയാം. അവരെയൊക്കെയാണ് നമ്മൾ എപ്പോഴും മാതൃകയാക്കേണ്ടത്. അവർക്കൊക്കെ ജീവിക്കാൻ പറ്റും. പിന്നെ അപവാദങ്ങളുണ്ടാക്കുക. ഒരുപറ്റം ആളുകളുണ്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുകയാണ്, ആരെക്കുറിച്ച് എന്ത് കുറ്റം പറയാം. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകാതിരിക്കുക. ബാക്കി അടുത്ത വീഡിയോയിൽ.